എല്ലാവർക്കും പറയാം നേടാം പണം നേടാം ദ ബിഗ് ഗെയിം ഷോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ നരിയാപുരം വേണു നമ്മളെ ചിരിപ്പിച്ച് കൊന്നുകളഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തു ഇന്നും കൂടെ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. നരിയാപുരം വേണുവുമായി ദ സെക്കൻഡ് എപ്പിസോഡ്. അപ്പോൾ വേണു, ഞാൻ ഇൻട്രഡക്ഷനിൽ ഇന്നലത്തെ എപ്പിസോഡ് ഗംഭീരമായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രേക്ഷകരോട്. അപ്പോൾ ഇന്നത്തെയും അതുപോലെ തന്നെ നമുക്ക് വെച്ച് അലക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത സെഗ്മെന്റ് സവാരി ഗിരിഗിരിയാണ്. കേറിയാലോ? കേറാൻ നോക്ക്. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ 4 ചോദ്യമാണ്. ഈ 4 ചോദ്യത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഷബീർ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ വന്നിട്ടുണ്ട്. അതെ, അദ്ദേഹത്തെ ക്ഷണിക്കാൻ നോക്ക്. തീർച്ചയായിട്ടും. ഷബീർ, നമസ്കാരം. ഷബീർ, നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നന്നായിരിക്കുന്നു. എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം തന്നെയാണ്. വടയിലക്കടുത്ത് വേറ്റിക്കോണം എന്ന് പറയും. ശരി. സ്ക്രിപ്റ്റ് ആണല്ലേ? സ്ക്രിപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നെ സ്ക്രിപ്റ്റിലോട്ട് രണ്ടും ചെയ്യുന്നുണ്ട്. ഏത് സ്ക്രിപ്റ്റാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്? ഫേമസ് അമൃതയിൽ തന്നെ ഞാൻ 3 പ്രോഗ്രാം എഴുതിയായിരുന്നു. ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റ്കോം ആണ് കൂടുതൽ എഴുതുന്നത്. കോമഡി സിറ്റ്കോം ബാക്ക് ബെഞ്ചേഴ്സ്. പിന്നെ ഒരു സിനിമാ കഥ. ഇപ്പൊ കോമക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്ത് അബിവെട്സ് മഹി എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിന് ഇപ്പൊ ഒരു അവാർഡൊക്കെ കിട്ടി, സാക്ഷി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നുള്ള സിനിമയിലെ ചോദ്യങ്ങളാണ്. അപ്പം ഇദ്ദേഹത്തിനെ ഒന്ന് രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കാം. സഹായകനായിട്ട് വന്നിരിക്കുകയാണ്. വേണം ചേട്ടാ, കൊല്ലരുത്. ഞാനല്ല കൊല്ലുന്നത്, ഇവിടാണ് കൊല്ലാനിരിക്കുന്നത്. ശ്രമിക്കാം. ഓക്കെ, സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം കേട്ടോളൂ. മീരയെ നഷ്ടമായത് കല്യാണം കഴിഞ്ഞ് എത്ര മാസം തികയും മുമ്പ് എന്ന നുണയാണ് മഹേന്ദ്രവർമ്മ മത്തായി അച്ഛനോടും കൂട്ടുകാരോടും പറയുന്നത്? എ 3 മാസം മുമ്പ്, ബി 2 മാസം മുമ്പ്, സി 4 മാസം മുമ്പ്. വേണം ചേട്ടോ, ഓ ഈ ഇരട്ട സംഖ്യ നമുക്ക് പണി തന്നതാണ് 2020. അതാ ഞാനിങ്ങനെ ഒറ്റ സംഖ്യ പിടിച്ചാൽ മതി. 3 മാസം 3 മാസം ആയിരിക്കും അല്ലേ? ആയിരിക്കണം. ആണ്. 3 മാസം ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ. അതായത് വേണു ഭയങ്കര സീരിയസ് ആയ എന്ന് ഞാനൊരു വാർത്ത കേട്ടു. കാരണം സാധാരണ മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ചിരിച്ചൊക്കെ പോകുന്നത്, വേണു ഭയങ്കര ഒതുങ്ങിയിട്ട് അങ്ങ് സീരിയസ് ആയെന്ന് കേട്ടു. അതെന്താണ് അതിന്റെ കാര്യം? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ സീരിയസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണോ? ജീവിതത്തിലുള്ള മാറ്റങ്ങൾ മാത്രം. ഞാൻ എൻ്റെ ബാല്യത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ കുടുംബം അന്വേഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കുടുംബത്തെ കാര്യങ്ങൾ പൂർണ്ണമായും ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ ചുമലിലേക്ക് വരുന്നൊരു സമയമുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 16-17 വയസ്സായപ്പോൾ മുതലേ ഞാൻ അതൊക്കെ അനുഭവിച്ചോളൂ. അന്ന് മുതലേ ഞാൻ പക്ക സീരിയസ് ആണ് ആള്. പിന്നെ ഇതെല്ലാം ഒരു വേഷം കെട്ടലായിട്ട് കണ്ടു. പിന്നെ ഇതിൻ്റെ പുറകെ പോയി ഇതിന് പൈസ കിട്ടുന്നു. ആ പൈസ കൊണ്ട് നമ്മുടെ ജീവിതമാർഗം എന്താ പറയുക ഭദ്രമാക്കാമെന്ന് കണ്ടുകൊണ്ട് അതിന് പുറകെ ഇറങ്ങി. പക്ഷേ എങ്ങും തോറ്റിട്ടില്ല. തോക്കാൻ ദൈവം ഇടവരുത്തിയിട്ടുള്ളതാണ്. അതിനോട് അച്ഛനോടും അമ്മയോടും അതിന് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ ഈ എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാമെന്ന്. 20-25 പടത്തിൽ അഭിനയിച്ചു, പോരാ. ജനം ശ്രദ്ധിക്കുന്ന ക്യാരക്ടർ റോളുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അതിനൊരു മനസ്സിലൊരു പ്രയാസം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ വന്ന ഒരു സാഹചര്യം വെച്ചിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ വന്ന കാലഘട്ടം വെച്ചിട്ടും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ ചാനലിൽ വന്ന് എന്തെങ്കിലും ഒരു എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്ത ആള് അടുത്ത സെക്കൻഡ് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ അവരാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സാറേ? ചേട്ടൻ അറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഉത്സവപ്പറമ്പുകളും പള്ളിപ്പറമ്പുകളും ഫൈനാൻസ് സൊസൈറ്റികളുടെ പ്രോഗ്രാമുകളും ഒക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റ് വാല്യൂ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പലർക്കും അറിയാം. എന്നിട്ട് പോലും നമ്മളെ സിനിമയിലോട്ടൊരു നല്ല വേഷത്തിന് വിളിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം. കാരണം ഇന്നലെ വന്ന പിള്ളേർ ഇന്ന് സ്റ്റാർ ആവുന്നു സിനിമയിലും എല്ലായിടത്തും. അതൊരു വിഷമമാണ്. അതെൻ്റെ സ്ഥായിയായി ഭാവമായി മാറായിരുന്നാൽ മതിയായിരുന്നു. ഒരിക്കലും മാറത്തില്ല. തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പം വേണം ഒരു വലിയ സ്റ്റാർ ആയിട്ട് വരും. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലസ് യു. അല്ല, ഞാൻ പറയാം, ഞാൻ വളരെ ബാല്യത്തിൽ അങ്ങയുടെ സ്റ്റേജ് ഷോസൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അപ്പം നമ്മൾ
ഗാനമേള ശ്രീമാരേട്ടനെ സൂചിപ്പിക്കുന്നില്ല. ഞാൻ ചേട്ടനോട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ദൂരെ മാറിയെന്ന് ആൾക്കൂട്ടത്തിനിടെ ഇങ്ങനെ എത്തി നോക്കിയെന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളെ എൻ്റെ കൂടെ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത് കാണുമ്പോൾ, പക്ഷേ അത് നമ്മൾ ആദ്യം ബഹ്റിനിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ കാലത്തൊട്ട് ഒഴിച്ച് കയറാൻ, കാരണം അതൊക്കെ നമുക്ക് ദൈവം ദൂരെ നിന്ന് കണ്ടവരെ നമ്മുടെ സുഹൃത്തുക്കളാക്കാനും അതല്ല അവർ നമ്മൾ സ്വന്തം ആളിനെ പോലെ ആക്കിയെടുക്കാനും ഒക്കെ ദൈവം തന്ന ഭാഗ്യത്തെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അതെ, അങ്ങനെ പോകുന്നു. ഓക്കെ. 3 മാസം മുമ്പാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. നിങ്ങളും ഉത്തരവാദിയാണ് കേട്ടോ തെറ്റിക്കഴിഞ്ഞാൽ. അയ്യോ, അതാ ഞാൻ എന്തായാലും പറഞ്ഞ കൊല്ലരുതെന്ന്. കൊല്ലരുത്. എന്തായാലും 3 മാസത്തിനെ ഞാൻ കൊന്നിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം കേട്ടോളൂ. 3 മാസങ്ങൾക്ക് ശേഷം മീരയെ എവിടെ വെച്ചാണ് ബാലകൃഷ്ണൻ കണ്ടുമുട്ടുന്നത്? എ ബാംഗ്ലൂർ, ബി ബോംബെ, സി മാംഗ്ലൂർ. ഓ, നീ ഉറങ്ങുകയാണോ? ഇല്ല ഇല്ല, ഉറങ്ങുന്നപോലെ അഭിനയിക്കുക. കേട്ടില്ല, കേട്ടില്ല. 20 seconds. 20 സെക്കൻഡേ ഉള്ളൂ. ബാംഗ്ലൂർ, ബോംബെ, മാംഗ്ലൂർ. മംഗലാപുരം. മാംഗ്ലൂറാണ് അവിടെ. ആണോ? മാംഗ്ലൂറാണ്. മാംഗ്ലൂരാണ്. ബാംഗ്ലൂർ അല്ലല്ലോ. മാംഗ്ലൂർ. ബാംഗ്ലൂരല്ല, ബാംഗ്ലൂർ. അപ്പം സമയം തീരാറായി. മാംഗ്ലൂർ. യെസ്, ഉറപ്പിച്ചോ? സി മാംഗ്ലൂർ ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ. അപ്പം വേണു, നമ്മുടെ മധുച്ചേട്ടൻ ഇപ്പം വളരെ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റാണ് നമ്മുടെ മലയാള സിനിമയിൽ. അദ്ദേഹത്തിനെ ഒന്ന് അനുകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയുടെ അല്ലേ എല്ലാം കാർന്നവരാണ്. ആ കാർന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കാർ ഇതുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ അദ്ദേഹമാണ് ചോദ്യം ചോദിക്കാനിരിക്കുന്നെങ്കിൽ, ആദ്യത്തെ മലയാള സിനിമ എവിടെയാണ് ഉണ്ടായത് എന്ന ചോദ്യമാണ് അടുത്തത്. ബാംഗ്ലൂരിൽ, എറണാകുളത്ത്, മദ്രാസിൽ. എവിടെയാണ് ഇതുണ്ടായത്? ഓപ്ഷൻ എ മദ്രാസ്, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ സി അടൂർ. ഉത്തരം പറയാ? തിരുവനന്തപുരം. വളരെ കറക്റ്റാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് 3ലും ഇല്ലാത്ത ഉത്തരവ്. അപ്പം സി മാംഗ്ലൂർ ആണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. മാംഗ്ലൂർ ഉത്തരം ശരിയാണ്. ഷബീർ, താങ്ക് യു. അടിപൊളി. അപ്പൊ ഒരു കുസൃതി ചോദ്യമാണ്. കേരളത്തിലെ ദൈവമുള്ള ഒരു ജില്ല ഏതാണ്? കേരളത്തിലെ ദൈവമുള്ള ഒരു ജില്ല. ദൈവമുള്ള ജില്ല. പുള്ളിയുടെ മുഖം ഒരുമാതിരി ജഗദീഷ് പറയുന്നത് കാക്ക തൂറി എന്നാ തോന്നുന്നത്. ദൈവമുള്ള ജില്ല. അങ്ങനെയൊക്കെ ഒരു ജില്ല. അങ്ങനെയുണ്ട്. വേറെ ജില്ലയില്ലേ? ജില്ലയിലെ എറണാകുളം ജില്ലയിലെ തുരുമ്പിലും ദൈവമുണ്ട്. സമയം കഴിഞ്ഞോ? തോറ്റെങ്കിൽ തോറ്റെന്ന് പറഞ്ഞേ, വിട്ടുകൊടുക്ക. പിടിക്കുന്നേ പിടി, അല്ലേ വിടുന്നേ വിട്. ക്ലൂ ഉണ്ടാ സർ? അത് ക്ലൂ ചോദിച്ച ശീലമായി പോയി. അങ്ങേ അറ്റത്താ. കാസർഗോഡ്. ഓക്കെ, ഞാൻ അങ്ങ് അറ്റത്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാസർഗോഡ്, അതിലൊരു ഗോഡുണ്ട്. ഓക്കെ, അടുത്തത് 3ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കൂ. ആദ്യ ഭാഗത്തിൽ മീരയായി, അതായത് വാണി വിശ്വനാഥ് എത്തുന്ന കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? എ സ്റ്റെല്ല ഫെർണാണ്ടസ്, ബി മേരി ഫെർണാണ്ടസ്, സി ലില്ലി ഫെർണാണ്ടസ്. സ്റ്റെല്ല, മേരി, ലില്ലി. അല്ല, എനിക്കിത് ഓർമ്മയുണ്ട്. എന്താ പറയുക, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരാളുടെ പേര് സ്റ്റെല്ല എന്നാണ്. ഞാൻ ഇടയ്ക്ക് ചുമ്മാ തമാശയ്ക്ക് സ്റ്റെല്ല ഫെർണാണ്ടസ് എവിടെയായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ചോദിക്കും. ആയിരിക്കുമോ?
ഓർമ്മ കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ് മാറ്റുന്നില്ല ഇനി അത്. വേറെ പേര് മേരി ലില്ലി അല്ലല്ല, അതൊന്നുമല്ല. സ്റ്റെല്ല. സ്റ്റെല്ല ഫെർണാണ്ടസ് തന്നെയാണ്. സ്റ്റെല്ല ഫെർണാണ്ടസിനെ വേണു എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. കാരണം വേണുവിന്റെ വീട്ടിൽ നിൽക്കുന്ന ആളാണ്. അതിനെ ഞാൻ പൂട്ടുന്നത് ശരിയല്ല. അല്ല, എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു. ചേട്ടാ വീഡിയോ വരുമ്പോഴേ ഇത് മാത്രം സാറ് പറയുന്ന സ്റ്റെല്ലയെ വേണു പിടിച്ച് പൂട്ടിയിരിക്കുകയാണ്, ഇത് മാത്രം കട്ട് ചെയ്ത് സ്റ്റാറ്റസ് പോവും. അപ്പൊ എന്തായാലും സ്റ്റെല്ലയെ വേണു എടുത്തിട്ട് പൂട്ടിയാൽ മതി. എനിക്ക് പൂട്ടാൻ പറ്റില്ല. പൂട്ടി വെച്ചോളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ സോമേട്ടൻ എന്ന് കാണിച്ചാലോ. MG. ഞങ്ങൾ രണ്ടുപേരുടെ ഇനിഷ്യൽ ഒന്നാണ്. MG സോമൻ. അല്ല, എനിക്കത് പറയാൻ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ, ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാരാണ്. ഒരുമാനപ്പെട്ട അണ്ണന്മാർ മുഴുവൻ പത്തനംതിട്ട ആണല്ലോ. ശ്രീമാരൻ അറിയാലോ. സോമേട്ടൻ്റെ എൻ്റെ അവസാനത്തെ സിനിമ ലേലത്തിലെ നേരാതിരുമീൻ ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തിന് അപ്പൻ്റെ ശവം ഇറക്കി ഇതാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എൻ്റെ 10ാമത്തെ പിറന്നാള്. പനമ്പായ പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എൻ്റെ അപ്പനെ ഈ പള്ളിമുറ്റത്ത് നടക്കുമ്പോ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കിയോ തിരുമേനി. ദേണ്ട ഈ നീളത്തിലുള്ള കൃമികള് അപ്പൻ്റെ മൂക്കീനും വായിന്നും. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പൻ്റെ ശവത്തിന് ടാട്ടിയത് എടുത്ത് തെമ്മാടിക്കുടി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വിയർക്കുന്ന കാശ് കൊണ്ട് അപ്പവും നിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസിലും ബെൻസയിലും കയറി നടക്കുന്ന വാലുവെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാ തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ ഇറവറൻസ്, ബഹുമാനക്കുറവ്. മനസ്സിൽ വെച്ചോ തിരുമേനി. ഐ ആം ഔട്ട് സ്പോക്കൺ. വാടാ. എനിക്ക് വളരെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ എണ്ണീറ്റ് നിന്ന് കയറി. അങ്ങനെ വേണം ചേട്ടാ. ഗംഭീരമായിരുന്നു. ഇത്രയും ഡയലോഗ് ഇങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കഴിവ് തന്നെയാണ്. ആ കഴിവിനെ ബഹുമാനിക്കണം. അല്ല ചേട്ടാ, എനിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടുള്ള ആളാണ്. 5 വർഷം ഞാൻ അഭിനയത്തോടുള്ള എൻ്റെ ഒരു വലിയ ആർത്തിയായിരുന്നു അഭിനയിക്കുക എന്നതാണ്. അപ്പോൾ അതിന് 5 വർഷം ഞാൻ പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് നീണ്ട ഡയലോഗുകളെ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് ഹൃദയസ്ഥമാക്കി നമുക്ക് പെട്ടെന്നൊരു ഡയലോഗ് കിട്ടിയ പെട്ടെന്ന് നമ്മളത് ബൈഹാർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അതാണ് അവിടെ ആ തട്ടകത്തിൽ നിന്ന് കിട്ടിയൊരു ഗുണം. ഗുഡ്. അപ്പോൾ വേണുവിൻ്റെ സ്റ്റെല്ല അവിടെ കിടക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുക. ഒന്ന് അഴിച്ചു വിട്. വേണുവിന്റെ സ്റ്റെല്ലെ അഴിച്ചു വിട്ടിരിക്കുന്നു. സ്റ്റെല്ല പറയുന്നു ഉത്തരം ശരിയാണ്. സവാരി ഗിരിഗിരിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മഹേന്ദ്രവർമ്മയെ സ്റ്റെല്ല പരിചയപ്പെടുന്നത് എവിടെ വെച്ചാണ്? വീണ്ടും വന്നു വേണുവിന്റെ സ്റ്റെല്ല വന്നു. A. ബോംബെ, B. ബാംഗ്ലൂർ, C. കൊച്ചി. സ്റ്റെല്ല പരിചയപ്പെടുന്നത് മഹേന്ദ്രവർമ്മയെ ബോംബെ, ബാംഗ്ലൂർ, കൊച്ചി. ജയറാമേട്ടൻ പടത്തിൽ കൊച്ചിയാണോ? ബാംഗ്ലൂരല്ല. കൊച്ചിയാണ് കേട്ടോ. കൊച്ചി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അയാള് അത്യാവശ്യം ഇതിൽ ഈ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോ കൊച്ചി. സി കൊച്ചി ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ഞ് മുറുക്കി വെച്ചു. ഇനി വേണുവിൻ്റെ ഒരു പാട്ടിന് ശേഷമേ ഞാൻ ആ സ്റ്റെല്ലയെ പരിചയപ്പെടുത്തി എടുക്കുന്നുള്ളൂ. ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. സുന്ദരി 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 നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമൊഴിയിൽ
തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി അരണ്യമേ നീ വന്നു നീ വന്നു സുന്ദരി. ആഹാ ബ്യൂട്ടിഫുൾ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മ കൊല്ലത്തുള്ള ആശ്രാമത്തിലുള്ള ഒരു സ്റ്റേജിലോട്ട് പോയി. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ദേവരാജൻ മാസ്റ്റർ മുമ്പിൽ എനിക്ക് ഈ പാട്ട് പാടാൻ സാധിച്ചു. ഈ സുന്ദരി എന്തൊരു വിറയലായിരുന്നു അറിയാം. കാരണം വെച്ചാൽ സുന്ദരി ഇങ്ങനെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിലിരിക്കുക, ഞാൻ പാടുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്നെ ഇങ്ങനെ നോക്കി, ആ നീ പാട് എന്നൊക്കെ അവിടെ ഞാൻ ചിരി കുറവാണല്ലോ. അതൊന്നുമില്ല, അത് ഉള്ളതുപോലെ തുറന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ അങ്ങോട്ട് പോയി. കൂടി. അതെ, സി കൊച്ചിയാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. സോ കൊച്ചി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതുവരെ 18,000 രൂപ സമ്മാനമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സെക്ടറിലോട്ട് കയറുകയാണ്. ഇതിന് ആരും സഹായിക്കാൻ കാണില്ല, അദ്ദേഹവുമില്ല, ഓപ്ഷനില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്രയും നേരം വേണുവിന് ഉത്തരം പറയാൻ സഹായിച്ച ഷബീറിന് ഒരു വലിയ നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. താങ്ക് യു സർ. കാണണം. താങ്ക് യു ഷബീർ. താങ്ക് യു സർ. ചേട്ടാ ഓക്കെ 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 താങ്ക് യു. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. ഒരു വീഡിയോ നോക്കാം. സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ്മ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്തെടുത്ത് വെക്ക്. ഇവന്മാരെവിടെ പോയി കിടക്കുക? ഒരു കാലം അല്ലേ? ചോദ്യം: ഈ രംഗത്തിൽ ഫോണിൽ സംസാരിക്കുന്ന കമ്മിറ്റിക്കാരൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന നടൻ എ കൊതുക് നാണപ്പൻ, ബി കടുവാക്കുളം ആന്റണി, സി മുതുകുളം സോമരാജ്. ആന്റണി ചേട്ടൻ. കടുവാക്കുളം ആന്റണി. കടുവാക്കുളം ആന്റണി. അപ്പം ബി കടുവാക്കുളം ആന്റണിയെ ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ, കടുവാക്കുളം ആന്റണി പറയുന്നു, വേണു നരിയാപുരം പറഞ്ഞത് വളരെ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 5 ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയായി. 10,000 രൂപ സമ്മാനമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും നാളെ കാണുന്നത് വരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.